വേൾഡ് കപ്പിന് നമ്മൾ കൊനാമി കൊണ്ടുവരുന്ന പറഞ്ഞൊരു പാക്കിൻ്റെ പാറ്റേൺ ഉണ്ട്, ഒരു പ്രഡിക്ഷൻ ഉണ്ടല്ലോ, അത് മറികടന്നുകൊണ്ട് കൊനാമി വീണ്ടും വലിയൊരു മാറ്റം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒപ്പം തന്നെ നമ്മൾ ഈ ഫുട്ബോൾ 2027 വരുന്നതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ വീണ്ടും നമുക്ക് ശക്താക്കിയിട്ട് കൊനാമി നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജും കൂടി കൊനാമി നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഗെയിമിൽ വന്ന പുതിയ കുറച്ച് കാർഡ് ടൈപ്പുകളുണ്ട്, ബാക്കി പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ്, റിവ്യൂസ്, കുറച്ച് ആളുകൾക്ക് ഫ്രീ എപ്പിക്കിനോ കൊനാമി കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് നേരെ നമ്മളെ വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫുട്ബോൾ 2027 ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാനുണ്ട്. നമുക്കൊരു മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ട്, ആക്റ്റീവ് അല്ലാത്ത കുറച്ച് അക്കൗണ്ടുകൾ റിമൂവ് ആക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊനാമി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പുതിയ വരാൻ പോകുന്ന സീസൺ ഉണ്ടല്ലോ, നമ്മൾ വെർഷൻ 6.0.0 ആ ഒരു പേരിലാണ് ആണ്. അപ്പോൾ നാളത്തെ പാക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പാക്ക് എടുക്കണം വേണ്ട സംശയമുള്ളവർക്ക് എന്തൊരു അവസ്ഥ വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മത്തേവ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നാഷണൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരികയാണ്. ആൾക്ക് നമ്മൾ കൊനാമി ലോ സ്ക്രീമറൊപ്പം തന്നെ ലോങ് റീച്ച് ടാക്കിൾ എന്ന് പറഞ്ഞ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗെയിമിൽ ഒരു ടോപ്പ് ആയിട്ടുള്ള 5 ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മളൊരു മത്തേവ്സ് ആയിരിക്കും. കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഡിഫൻസും അറ്റാക്കും ഒരേപോലെ മാനേജ് ചെയ്ത് പോകാൻ നമ്മളെ മത്തേവ്സ് പറഞ്ഞാൽ പക്കയാണ്. ആ ലെവലിൽ സ്റ്റാറ്റ്സും ക്വാളിറ്റിയൊക്കെ ആൾക്ക് നമ്മൾ കൊനാമി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബോക്സ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, മത്തേവ്സിൻ്റെ കാർഡ് പോയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ റൊമാരിയോക്ക് നേരം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇല്ല. ഈ ഒരു ഹൈറ്റിലുള്ള സ്ട്രൈക്കേഴ്സിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആളെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല സ്പീഡ് വരും, ഫിനിഷിംഗ് ക്വാളിറ്റി വരും, എല്ലാതും വരും. അതേപോലെ തന്നെ ഒരു റൊമാരോ പക്ക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീറ്റും പോലെ തന്നെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞ സ്കില്ലും കൊടുത്തിട്ടുള്ള നമുക്ക് സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ട്രൈക്കേഴ്സിന് വേണമെങ്കിൽ ഒരു സ്ട്രൈക്കർ വേണമെങ്കിൽ നമ്മൾ റൊമാരോ ബെസ്റ്റ് ഓപ്ഷനാണ്. പൊതുവാണ് എല്ലാവരും ഈ കാർഡ് ഇപ്പോൾ അങ്ങനെ എടുത്ത് യൂസ് ആക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗെയിമിൽ നമ്പർ 1 സ്ട്രൈക്കർ എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം ആൾക്ക് ആളെ മേഖലയിലുള്ള കുറച്ച് നെഗറ്റീവ് നമുക്ക് എന്തായാലും എടുത്ത് പറയാനുണ്ട്. അപ്പോൾ തീരെ സ്ട്രൈക്കറില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്പർ 1 അല്ലാതെ ആരിലൊക്കെ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പൈസ കൂടുതലായിട്ട് ഇനി എനിക്ക് എല്ലാവരും ഞാൻ യൂസ് ആക്കി ഇനി എന്തെങ്കിലുമൊക്കെ യൂസ് ആക്കാമെന്നുള്ളവർക്ക് വേണമെങ്കിൽ റൊമാരോയുടെ കാർഡോട്ട് എടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ബാജിയാണ്. നമ്മുടെ ഗെയിമിൽ തന്നെ അൺറേറ്റഡ് ആയിട്ടൊരു പ്ലെയറാണ് നമ്മൾ ബാജ് എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, കൊനാമി ആളെ കാർഡ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്ലാസിക് നമ്പർ 10 ആകും, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആകും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി കൊണ്ടുവരും. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്ലേയിങ് സ്റ്റൈലിൽ ആളെ കാർഡ് കൊനാമി കൊണ്ടുവരാറില്ല. എങ്ങനെയൊക്കെ ആളല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി കറക്കിയിട്ട് അറിയാതെ ഇങ്ങനെ കിട്ടിയിട്ട് യൂസ് ആക്കുന്നവരുണ്ടാവുമല്ലോ, അവർ സ്ക്വാഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാറ്റൂല. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാനാണെങ്കിലും അതല്ലാതെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ആൾ പക്കാ പൊളിയാണ്. ഫിനിഷിംഗ് ആണെങ്കിലും പാസിംഗ് ആണെങ്കിലും കൺട്രോളിംഗ് ആണെങ്കിലും ഒക്കെ ആൾ പൊളി. ആളുകൾ യൂസ് ആക്കുന്നവർക്ക് മാത്രമേ ആളെ ശരിക്കുള്ള പവർ കറക്റ്റായിട്ട് അറിയുള്ളൂ. ആളൊരു പ്ലേയിങ് സ്റ്റൈൽ കൂടി കൊനാമി കറക്റ്റായി കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് റാങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലെയറാണുള്ള ബാജിയോ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിക് നമ്പർ 10 ആണ് വരുന്നത്. അപ്പോൾ ഇനി പാക്ക് എടുക്കണോ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു പാക്ക് ഞാൻ എടുക്കില്ല. കാരണം ഒന്നാമത് എനിക്ക് ബോക്സിൽ വേറെ ഇപ്പോൾ തൽക്കാലം മുന്നോട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കയ്യിലുണ്ട്. പിന്നെ റൊമാരോൻ്റെ കാര്യം, നമ്മൾ ദഹാരിൻ്റെ കാർഡ് വേറെ ഉണ്ട്, ഓവനൊക്കെ അപ്പുറത്ത് വേറെ കിടക്കണമുണ്ട്. പിന്നെ ക്ലാസിക് നമ്പർ 10 ഞാൻ നോർമലി യൂസ് ആക്കാറില്ല. പിന്നെ ആൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ തൽക്കാലം കോയിൻസ് കൊടുക്കണമെന്നില്ല. കാരണം വേറെയും ക്വാളിറ്റി കാർഡുകൾ നമ്മളെ ഗെയിമിൽ ഇനി വരാൻ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സത്യം പറഞ്ഞാൽ പോയിട്ട് എടുത്താൽ മതി. കാരണം വരുന്ന എല്ലാ പാക്കുകളും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള 1-2 പ്ലേയേഴ്സ് ചിലപ്പോൾ അതിലുണ്ടാവാം. അപ്പോൾ എല്ലാവരും എടുക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മനസ്സിൽ നിങ്ങളുടെ സ്ക്വാഡിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഉൾപ്പെടാൻ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ബോക്സിന് അത്യാവശ്യമാണ്, എൻ്റെ കളി ശരിക്കും നിർബന്ധമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, മത്തസിൻ്റെ പാക്ക് പോയിട്ട് എന്ത് പോയിട്ട് കറക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിം ക്വാളിറ്റി വരുന്ന പല പ്ലേയേഴ്സ് ഇനിയും